രാത്രിയുള്ള കറക്കം കുറച്ച് സുഖമുള്ള പരിപാടിയാണ്. പക്ഷേ ഈ കറക്കം കുട്ടി ബർത്ത്ഡേ ഷോപ്പിങ്ങിനാണ്. പക്ഷേ എത്തിപ്പെട്ടത് ദേ ഇവിടെയാണ്, നമ്മുടെ ചുള്ളിക്കലുള്ള പാനിപ്പൂരി സെന്ററിൽ. എൻ്റെ വീഡിയോ ഇവിടുത്തെ കണ്ടപ്പോൾ പുള്ളി ഒന്ന് ഉറപ്പിച്ച് നോക്കി. എന്തെങ്കിലും ആവട്ടെ. ജോയുടെ ഫേവറേറ്റ് സമൂസച്ചട്ട ആയതുകൊണ്ട് പുള്ളിക്കാരൻ അത് ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ പാനിപ്പൂരി വലയാണ്. ഈ പാനിപ്പൂരി കുതിർന്നു പോകുന്നതിന് മുന്നേ കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു രസമുള്ള പരിപാടിയാണ്. ഈ സംഭവം കൈ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അത് തീർക്കണം. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതി. സോ നമ്മളായിട്ട് ഇതിനകത്ത് എത്തിക്കണ ടപ്പ് എന്ന് എൻ്റെ പ്ലേറ്റ് കാലിയായി. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കഴിക്കാനാണ് ഒരു രസം. അങ്ങനെ എൻ്റെ പ്ലേറ്റ് കാലിയായി. നേരെ ഞാൻ ജോയുടെ പ്ലേറ്റിലേക്ക് പോയി. സമൂസച്ചട്ടൻ ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ വിശപ്പിൻ്റെ ഒരു ശമനം കിട്ടിയപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ടാസ്കിലേക്ക് കടന്നു, ബർത്ത്ഡേ ഷോപ്പിംഗ്. പക്ഷേ എത്തിപ്പെട്ടത് ഇവിടെയാണ്. ഈ സുഗന്ധങ്ങൾ പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഈ ബർത്ത്ഡേ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നല്ല കേട്ടോ. നമ്പർ, ബലൂൺസ്, റിബൺസ്, അത്രയൊക്കെ തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി. സോ അതിനാണ് എൻ്റെ പോക്ക്. കുട്ടിക്കാലം മുതലേ കാണാൻ തുടങ്ങിയതാ ഈ ഒരു പാലം. പക്ഷേ ഈ പാലത്തിലൂടെ എപ്പോൾ കയറിയാലും എന്തോ ഒരു പുതുമയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സാധനം കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു കൗതുകമാണ്. അതൊക്കെ പോട്ടെ, നമ്മുടെ മെയിൻ വിഷയം ചായയാണ്. നമ്മുടെ സ്റ്റുഡിയോയുടെ തൊട്ടിപ്പുറത്തുള്ള ഹൈഫൈലാണ് വന്ന് ചായ കുടിച്ചത്. നട്ടുച്ചക്കായാലും നട്ടപ്പാതിരിയായാലും ചായ നിർബന്ധം. പക്ഷേ ചായ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ഷീണം മാറാൻ ചായ നല്ലതല്ലേ. അതും കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ഷോപ്പിങ്ങിന് വേണ്ടി ഓടുന്നത് ഒരാളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആഞ്ചലീനയുടെ. നാളെയാണ് ആ ദിവസം. ഈ ഓട്ടങ്ങൾ മൊത്തം പുള്ളിക്കാരത്തിൻ്റെ ഫേസിൽ ഈ ഒരു ചിരി കാണാനാണ്.